അപ്പോൾ ഞങ്ങളുടെ വീട് 17 വർഷമായില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയ മെയിൻ്റനൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു കിച്ചൺ കബോർഡ് വെച്ചേക്കുവാണ്. 26,000 രൂപ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ. ഇതും താഴത്തെ കബോർഡ് ഓൾറെഡി ഉള്ളതാണ്. അതിൻ്റെ ചെറിയൊരു മെയിൻ്റനൻസൊക്കെ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയായി കിടക്കുകയാണ്. അതൊക്കെ ശരിയാക്കാനുണ്ട്. അതുമാത്രമല്ല, പുറത്ത് ടൈൽ ഇടണം, പെയിൻറ്റ് വർക്ക് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പണിക്കാരെ കിട്ടുന്നില്ല, അതിൻ്റെ ഒരു ഡിലേ ആണ്. വീഡിയോ ഒക്കെ സാവധാനമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് സ്റ്റോറേജ് യൂണിറ്റ് വാങ്ങിച്ചു. കാരണം അത് അവിടെ ടോയ്സ് കുറേ ഉണ്ട്, അതല്ലാണ്ട് വേറെ കുറേ അനാവശ്യ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാറ്റാനായിട്ടും എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് 2 സ്റ്റോറേജ് യൂണിറ്റ് 1000 രൂപയാണ് പറഞ്ഞത്, ആമസോണിൽ നിന്ന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. കാരണം ആദ്യം ഞാൻ സെറ്റ് ചെയ്ത് അവൻ ബഹളം ഉണ്ടാക്കി, അവന് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ ഒന്ന് തുടങ്ങി അയപ്പിച്ച് എന്നെ കൊണ്ട് അവൻ തന്നെ സെറ്റ് ചെയ്യിപ്പിച്ച് അവൻ തന്നെ ടോയ്സ് എല്ലാം എടുത്ത് വെക്കുകയാണ്. ഇവന് എല്ലാം ഈ കാറുകളെല്ലാം കുറവാണ്. എല്ലാം ഈ ഹോട്ട് വീൽസ്, ട്രെയിന്, പിന്നെ ട്രാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടോയ്സ്, ഇതൊക്കെയാണ് അവന് താല്പര്യം. നല്ലോണം ആവശ്യത്തിനൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ കുറേ അങ്ങ് ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്ക് അവന് കുറച്ച് മടി വരും പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. പക്ഷേ എന്നാലും ആവശ്യത്തിൽ കൂടുതലൊക്കെ അവൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു സ്വഭാവമാണ്. പിന്നെ ഇപ്പം എല്ലാം സെൽഫായിട്ട് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. കണ്ടോ, ഒരു റൂം മുഴുവൻ അവൻ്റെ ടോയ്സാണ്. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് പപ്പയെടുത്തുകൊണ്ട് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ്.